السلام عليكم والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും അല്ലാഹ് നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്, നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്, നീ ഹാസിലാക്കി നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരുണ്ട്. എപ്പോൾ നമ്മളെ കണ്ടാലും തങ്ങളെ മജ്ലിസ് മുടങ്ങാതെ കാണുന്നവരാണ്. തങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം, തങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം. അവർക്കൊക്കെ പ്രതീക്ഷയുള്ളത് നമ്മുടെ ദുആ മാത്രമാണ്. അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ്, ഒരു ഉപകാരം, അത് ദുആ മാത്രമാണ്. അവരനുഭവിക്കുന്ന നീറുന്ന പ്രയാസങ്ങൾ, വേവലാതികൾ, ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറുകൾ, അതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണമേകാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസിൽ നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ മജ്ലിസിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു ദിക്റാണ്. വലിയ മഹത്വങ്ങളുള്ള ഒരു ചെറിയ ദിക്ർ, എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ ദിക്റാണ്. വലിയ വലിയ അമലുകൾ പറയുന്ന സമയത്ത്, വലിയ വലിയ സൂറത്തുകൾ ഓതാൻ പറയുന്ന സമയത്ത്, വലിയ വലിയ സ്വലാത്തുകൾ പറയുന്ന സമയത്ത് സാധാരണക്കാരായ ആളുകൾ, നമ്മളെ പ്രേക്ഷകർ, ധാരാളം ആളുകൾ സാധാരണക്കാരാണ്. അവർക്കത് ചെയ്യാനും ചൊല്ലാനും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അവർ വിളിച്ച് പറയാറുണ്ട്, മെസ്സേജുകൾ അയക്കാറുണ്ട്. തങ്ങളെ ഒരു ചെറിയ എന്തെങ്കിലും ദിക്ർ പറഞ്ഞു തരുമോ, ഞാൻ ചൊല്ലിക്കോളാം. എന്റെ പ്രയാസങ്ങൾക്കൊരു അറുതി കിട്ടാൻ, എന്റെ ദുരിതങ്ങൾക്കൊരു ആശ്വാസം കിട്ടാൻ, ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഇടങ്ങേറുകൾക്കും ഒരു ശമനം ലഭിക്കാൻ ഞാനത് ചൊല്ലിക്കോളാം, ഞാനത് പതിവാക്കിക്കോളാം. അങ്ങനെ പറയുന്ന ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഏറ്റവും പ്രയോജനമായ ഒരു ദിക്റാണ്. അദ്കാറുകളുടെ കിതാബുകളിൽ ഏറ്റവും അഫ്ദലാക്കപ്പെട്ട ദിക്റുകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വലിയ മഹത്വങ്ങളുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിക്കാം. അതിന്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദീകരിക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചൊല്ലാൻ കൽപ്പിച്ചതാണ് ഈ ദിക്ർ. ചൊല്ലാൻ നമ്മോട് കൽപ്പിച്ച ദിക്റാണ്. എങ്ങനെയാണ് അത് ചൊല്ലേണ്ടത്, ഏത് രീതിയിലാണ് ചൊല്ലേണ്ടത്, എത്ര എണ്ണത്തിലാണ് ചൊല്ലേണ്ടത്, ഏത് സമയത്താണ് അത് ചൊല്ലേണ്ടത്, ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അതിന് മുമ്പ്, നമ്മൾ മജ്ലിസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ, മജ്ലിസിൽ എപ്പോഴും പറയുന്നത് പോലെ, ഇത് ധാരാളം ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ധാരാളം ആളുകൾ മജ്ലിസിലേക്ക് വിളിച്ചു ചോദിക്കുന്നത് ഇനി എന്നാണ് തങ്ങൾ നോട്ടമുള്ളത്, ഇനി എന്നാണ് വീട്ടിൽ കൺസൾട്ടിംഗ് ഉള്ളത്, എനിക്കൊന്ന് വരാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ചോദിക്കുന്ന ആളുകളോട് ഈ പ്ലാറ്റ്ഫോമിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധാരാളം ആളുകൾക്ക് അതൊരു ഉപകാരമാകും.
അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്‌ലിസിന്റെ ഇടയിൽ നമ്മൾ ഇതിനായിട്ട് ചെറിയ സമയം മാറ്റിവെക്കുന്നത്. അതാർക്കെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ ഒഴിവാക്കി മറ്റുള്ളത് കാണാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നോട്ടമുള്ളത് വരുന്ന ശനിയാഴ്ചയാണ് ഇനി കൺസൾട്ടിംഗ് ഉള്ളത്. ഈ നമ്പറിൽ വിളിച്ച് വഴി ചോദിച്ചറിഞ്ഞ് ബുക്ക് ചെയ്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരാൻ ശ്രമിക്കുക. നിങ്ങളോട് പറയുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരാൻ ശ്രമിക്കുക. ധാരാളം ആളുകളാണ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടെ തടിച്ചുകൂടുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിനകത്തു നിന്നുള്ള ആളുകൾ വന്നവർക്കറിയാം. പല ഭാഗങ്ങളിൽ നിന്നാണ് ഒരു ആശ്വാസം തേടി, ഒരു നിർവൃതി തേടി ഇൻഷാ അല്ലാഹ് ഇവിടത്തേക്ക് എത്തുന്നത്, ഈ ഇമ്മരപ്പടിയിലേക്ക് എത്തുന്നത്. കേരളത്തിന്റെ പുറത്തുനിന്നുള്ള ആളുകൾ, കർണാടക പോലുള്ള, തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ ലീവ് എടുത്തുകൊണ്ട് കൺസൾട്ടിങ്ങിന് വരുന്നവരുണ്ട്. പ്രയാസങ്ങളായിട്ട്, ബുദ്ധിമുട്ടുകളായിട്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ഞാൻ എപ്പോഴും പറയുന്നത്, സങ്കടപ്പെട്ടിട്ടാണ് നമ്മുടെ അടുത്തേക്ക് ഓരോരുത്തർ സമീപിക്കുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട്, നീറുന്ന പ്രയാസമായിട്ട്, ബുദ്ധിമുട്ടായിട്ട്, വേവലാതിയായിട്ട്, ഇടങ്ങേറായിട്ട് നമ്മുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഫസ്റ്റ് സമയത്ത് വരുമ്പോൾ സങ്കടമായിട്ടാണ് വരുന്നത്. പിന്നീട് അവർ വരുന്ന സമയത്ത് അവർ സന്തോഷമായിട്ടാണ്, തങ്ങളെ അൽഹംദുലില്ലാഹ് 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 ഇൻഷാ അല്ലാഹ് എൻ്റെ കാര്യങ്ങൾ റെഡിയായി തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷപൂരിതം വരുന്ന ആളുകളുണ്ട്. തങ്ങൾ 21 ദിവസം ചൊല്ലാൻ തരികയും 10 ദിവസമായപ്പോഴും എൻ്റെ പ്രയാസങ്ങൾ നീങ്ങി, എൻ്റെ ആഗ്രഹങ്ങൾ സഫലമായി, ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു കിട്ടു, പൂവണിഞ്ഞു തങ്ങളെ എന്ന് പറയുന്ന ആളുകളുണ്ട്. എൻ്റെ മകൻ്റെ കല്യാണക്കാരും റെഡിയായി, എൻ്റെ മകളുടെ കല്യാണക്കാരും റെഡിയായി, എൻ്റെ പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങി. ധാരാളം കേസുകളാണ് നമ്മളടുത്തേക്ക് വരുന്നത്, ധാരാളം കേസുകളാണ്. ദിനം ദിനം വിളിച്ച് പറയുന്ന ആളുകൾ, നേരിട്ട് വരുന്ന ആളുകൾ. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ നീ റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. എന്തു പ്രയാസം അനുഭവിക്കുകയാണെങ്കിലും അതിനൊക്കെ ഒരു സലാമത്ത് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ഞാൻ എപ്പോഴും പറയുന്നത്, ഇത് എൻ്റെ ഒരു മഹത്തോ എൻ്റെ ഒരു ഫളായിലോ ഒന്നുമല്ല, ഞാനൊന്നുമല്ല. അങ്ങനെ തന്നെ പറയാലോ, അങ്ങനെ തന്നെ പറയാം, ഞാൻ ഒന്നുമല്ല. ഇതൊക്കെ ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ് ഈ മജ്ലിസ്. അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചീന സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ടി തീരത്തണഞ്ഞ മഹാനായ ഖുതുബ് ഹസൻ ജമലുല്ലൈൽ ഉപ്പാപ്പയുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. ഞങ്ങളൊക്കെ വെള്ളിപ്പയാണ്. ജമലുല്ലൈൽ സാദാത്തിങ്ങളെ ഉപ്പാപ്പയാണ്, വെള്ളിപ്പയാണ്. അവിടുത്തെ നോട്ടവും കാവലുമാണ് ഈ മജ്ലിസിന്റെ ശക്തി. അത് എവിടെയും നമുക്ക് പറയാം. ധാരാളം ആളുകൾ നമ്മളെ മജ്ലിസിൽ, സയ്യിദിയും കുടുംബത്തിന് അതിന്റെ ഒരു അനുഗ്രഹം, അവിടുത്തെ കറാമത്ത് നേരിട്ട് അറിഞ്ഞവരാണ്. അവിടത്തേക്ക് ഫാത്തിഹ ഓതി ഹളറത്തിലേക്ക് പോയി, എൻ്റെ കാര്യം, എൻ്റെ മുറാദ് ഹസിലായി തങ്ങളെ. അങ്ങനെ ചോദിക്കുന്ന ധാരാളം ആളുകൾ ആ മഹാന്റെ ഒരു കറാമത്ത് നേരിട്ട് അവരെ ജീവിതത്തിൽ അവര് നേരിട്ടറിഞ്ഞവരാണ്. അൽഹംദുലില്ലാഹ്. അവിടുത്തെ ദറജ നീ ഏറ്റി കൊടുക്കണേ അല്ലാഹ്, അവിടുത്തെ ദറജ നീ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. എന്തു മജ്ലിസിൽ ഏത് അമല് പറഞ്ഞാലും, ഏത് ദിക്ർ പറഞ്ഞാലും, ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമുള്ള കൺസൾട്ടിംഗ് രീതിയും അവിടുത്തെ ഇജാസത്ത് പ്രകാരമാണ്, അവിടുത്തെ കാവലിലാണ്. അല്ലാഹുവേ, നീ നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാഹ്, നീ ഉയർത്തണേ അല്ലാഹ്. ആ മഹാന്മാരുടെ കാവല് ഞങ്ങളെ ജീവിതത്തിലും ഞങ്ങളെ മജ്ലിസിലും ഞങ്ങളെ സഖനാത്ത് ഹറഖാത്ത് അഫ്ആലുകളിൽ നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം. എന്താണ് അമൽ? ഏതാണ് ആ ദിക്ർ?
അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്ന ലില്ലാഹി മലക്കൻ മൂകിനം ബിമൻ യഖൂലു യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ ചൊല്ലുന്നവരുടെ അടുക്കൽ ഒരു മലക്കിനെ അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട്. ഒരു മലക്ക് അവന്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. എന്താണ് ദിക്ർ? എന്താണ് ദിക്ർ? യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ ചൊല്ലുന്നവരുടെ അടുക്കൽ ആരുണ്ടാകും? ഒരു മലക്കിനെ അല്ലാഹു നിയോഗിച്ചിട്ടുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ആ മലക്കിന്റെ പണി എന്താണ്? ആ മലക്കിന്റെ ജോലി എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ആരെങ്കിലും ഒരാൾ ഫമൻ ഖാലഹാ സലാസൻ, ആരെങ്കിലും ഒരാൾ 3 പ്രാവശ്യം യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ ചൊല്ലിയാൽ, ദിക്ർ ജീവിതത്തിൽ പതിവാക്കിയാൽ, എത്ര തവണയാണ്? 3 പ്രാവശ്യം പതിവാക്കി കഴിഞ്ഞാൽ ഇന്ന ഖാലൽ മലക്ക്, അപ്പോൾ അവന്റെ അടുക്കലുള്ള അവനക്ക് ഏൽപ്പിക്കപ്പെട്ട ആ മലക്ക് പറയും. എന്താണ് പറയുന്നത്? ഇന്ന അർഹമർ റഹീമീൻ ബൽ അലൈക ഫസീക, നീ പറഞ്ഞ അർഹമർ റഹീമീൻ എന്ന ദിക്ർ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു, അല്ലാഹു അത് കബൂലാക്കിയിരിക്കുന്നു എന്ന് നിന്റെ അടുക്കലുള്ള മലക്ക് പറയും. വീണ്ടും മലക്ക് പറയും, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിന്റെ ആഗ്രഹം എന്താണ്? നിന്റെ മനസ്സിലുള്ള മുറാദ് എന്താണ്? നിന്റെ ഇടങ്ങേറ് എന്താണ്? നിന്റെ വിഷമം എന്താണ്? നിന്റെ ദുഃഖം എന്താണ്? അല്ലാഹുവിനോട് നീ ചോദിക്ക്, അല്ലാഹു അതിന് ഉത്തരം നൽകുമെന്ന് നിന്റെ കൂടെയുള്ള മലക്ക് പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു. നിന്നെ എന്ത് ആഗ്രഹമുണ്ടെങ്കിലും, നിന്റെ എന്ത് മുറാദുണ്ടെങ്കിലും നീ 3 പ്രാവശ്യം യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞ് നീ ദുആ ചെയ്താൽ നിന്റെ അർഹമർ റഹീമീൻ എന്ന ദിക്ർ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. ഇന്ന അർഹമർ റഹീമീൻ ബൽ അലൈക ഫസീക, നിന്റെ അർഹമർ റഹീമീൻ എന്ന ദിക്ർ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. നിന്റെ എന്ത് മുറാദുകളും അല്ലാഹുവിനോട് ചോദിക്ക്, അല്ലാഹു അതിന് ഉത്തരം നൽകും. അതാണ് ദിക്ർ. യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ നീ 3 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞ് അല്ലാഹുവിനോട് നീ ചോദിച്ചാൽ നിന്റെ എന്ത് ആഗ്രഹങ്ങളും അല്ലാഹു നേടിത്തരും. അല്ലാഹു സഫലമാക്കുന്നത് ഞാൻ പറഞ്ഞതല്ല, ഇത് റസൂലുള്ളാഹിന്റെ ഹദീസാണ്. ഇത് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇൻഷാ അല്ലാഹ് തള്ളിക്കളയണ്ട. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലിക്കോ. യാ അർഹമർ റഹീമീൻ എന്ന് 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിനോട് നീ ദുആ ചെയ്താൽ അല്ലാഹു നിന്റെ എല്ലാ മുറാദുകളും, നിന്റെ എല്ലാ സങ്കടങ്ങളും, നിന്റെ എല്ലാ ഇടങ്ങേറുകളും, നിന്റെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി നൽകുമെന്ന് ആരംഭപ്പൂവായ അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്ന ലില്ലാഹി മലക്കൻ യുഖാലു ലഹു ഇസ്മാഈൽ സാകിനും ഫിദ്ദുനിയ, ദുനിയാവിൽ താമസിക്കുന്ന മലക്കാണ് ഇസ്മായിൽ എന്ന മലക്ക്. ആ മലക്ക് പറയും, ദുനിയാവിൽ താമസിക്കുന്ന മലക്കാണ് ഇസ്മായിൽ എന്ന മലക്ക്. ആ മലക്ക് പറയും, ഇദാ ഖാലൽ അബ്ദു യാ അർഹമർ റഹീമീൻ 7 മറാത്ത്, ഒരു അടിമയെങ്ങാനും യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ 7 പ്രാവശ്യം ചൊല്ലിയാൽ, യാ അർഹമർ റഹീമീൻ എന്ന ദിക്റിന്റെ മഹത്വമാണ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ പറയുന്നത്. യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ ഏതെങ്കിലും ഒരു അടിമ 7 പ്രാവശ്യം ചൊല്ലിയാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുത്തുമുഅ്മിനീങ്ങളെ നിങ്ങൾ ചൊല്ലിയാൽ, ആലലഹു ഇസ്മായിൽ, ആ ഇസ്മായിൽ എന്ന മലക്ക് പറയും. എന്താണ് പറയുന്നത്? അത് സമയ അർഹമർ റഹീമീൻ, നിന്റെ ദിക്ർ അല്ലാഹു കേട്ടിട്ടുണ്ട്, നീ ചോദിച്ചോളൂ, നിന്റെ ആവശ്യം അല്ലാഹുവിനോട് ചോദിച്ചോളൂ, നിന്റെ ആവശ്യങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചോളൂ എന്ന് മഹാനായ മലക്ക് ഇസ്മായിൽ എന്ന മലക്ക് പറയുമത്രേ. അതാണ് യാ അർഹമർ റഹീമീൻ എന്ന ദിക്റിന്റെ മഹത്വം. നീ ചോദിച്ചു കഴിഞ്ഞാൽ 7 മറാത്ത് 7 പ്രാവശ്യം യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ നീ ചോദിച്ചാൽ ഇസ്മായിൽ എന്ന മലക്ക്
മലക്ക് പറയും, നിന്റെ ദിക്ർ അല്ലാഹു കേട്ടിട്ടുണ്ട്, നീ ചോദിച്ചോളൂ. അല്ലാഹുവിനോട് നിന്റെ ആവശ്യങ്ങൾ മുന്നിൽ വെച്ചോ. നിന്റെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ച് നിന്റെ ഉദ്ദേശങ്ങള്, നിന്റെ എന്ത് മുറാദുകളാണെങ്കിലും അല്ലാഹുവിനോട് ചോദിക്കുക. അല്ലാഹു അതിന് ഉത്തരം നൽകും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ദിക്റാണ് യാ അർഹമർ റഹീമീൻ. എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയതാണ്. എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങൾ ചൊല്ലണേ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ പതിവാക്കണേ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ. ആരെങ്കിലും 3 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ എല്ലാ മുറാദുകളും അല്ലാഹു ഹസനാക്കി തരും. ആരെങ്കിലും 7 പ്രാവശ്യം യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ ചൊല്ലിയാൽ എന്ത് അല്ലാഹുവിന്റെ മുന്നിൽ വെച്ച് ചോദിച്ചാലും അല്ലാഹു അതിന് ഉത്തരം നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. മഹാനായ മലക്ക് സുലൈമാൻ എന്ന മലക്ക് അത് പറയുകയാണ് അല്ലാഹുവിനോട് പറയുകയാണ്. എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണേ. യാ അർഹമർ റഹീമീൻ എന്ന ദിക്റിന്റെ മഹത്വങ്ങൾ പറയുന്നിടത്ത് മഹാനായ സയ്യിദുൽ ബഖരി തങ്ങൾ തന്റെ കിതാബായ ഇആനത്തുത് ത്വാലിബീനിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നതായിട്ട് കാണാം. അതിന്റെ മഹത്വങ്ങൾ പറയുന്നതായിട്ട് കാണാം. ഇആനത്തുത് ത്വാലിബീൻ എന്ന കിതാബ് എടുത്തു നോക്കിയാൽ ആ യാ അർഹമർ റഹീമീൻ എന്ന ദിക്റിന്റെ മഹത്വം പറയുന്നതായിട്ട് നമുക്ക് കാണാം. യാ അർഹമർ റഹീമീൻ കൻസും മിൻ കുനൂസിൽ ജന്ന, അത് സ്വർഗ്ഗത്തിലെ നിധിയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, മഹാനായ സയ്യിദുൽ ബഖരി തങ്ങള് തന്റെ കിതാബായ ഇആനത്തുത് ത്വാലിബീൻ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. കൻസും മിൻ കുനൂസിൽ ജന്ന, അത് സ്വർഗ്ഗത്തിലെ നിധിയാണ്. ഏതാണ് ആ ദിക്ർ? യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ സ്വർഗ്ഗത്തിലെ നിധിയാണ്. അതുകൊണ്ട് നമ്മൾ പായാക്കി കളയണ്ട എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഒഴിവാക്കി കളയണ്ട. നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കോ, ജീവിതത്തിൽ പതിവാക്കിക്കോ. നിന്റെ എല്ലാ മുറാദുകളും, നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളും ഇടങ്ങേറുകളും അല്ലാഹു മാറ്റി നൽകുമെന്ന് മഹാനായ സയ്യിദുൽ ബഖരി തങ്ങള് തന്റെ കിതാബിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ചൊല്ലാനും ജീവിതത്തിൽ പതിവാക്കാനും അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെങ്കിലും പാതിരാത്രിയിൽ തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് തന്റെ ഉദ്ദേശങ്ങൾ, തന്റെ മുറാദുകൾ, തന്റെ സങ്കടങ്ങൾ, വിഷമങ്ങൾ, ഇടങ്ങേറുകൾ, നീറുന്ന പ്രയാസങ്ങൾ മാറാൻ വേണ്ടി ആരെങ്കിലും 1000 പ്രാവശ്യം ആ ഉദ്ദേശം വെച്ചുകൊണ്ട് ആരെങ്കിലും യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ ആ പാതിരാ സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ചൊല്ലിയാൽ അല്ലാഹു അവന്റെ എല്ലാ മുറാദുകളും എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ അവൻ ചൊല്ലിയത് ആ ഉദ്ദേശം അല്ലാഹു അവനക്ക് സഫലീകരിച്ചു കൊടുക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. 1000 പ്രാവശ്യം എന്ത് മുറാദാണെങ്കിലും നമ്മൾക്ക് നടക്കില്ല എന്ന് നമ്മൾ കരുതുന്ന ഏത് ഉദ്ദേശമാണെങ്കിലും തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് പാതിരാത്രിയിൽ തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ 1000 പ്രാവശ്യം, അൽഫമറ 1000 പ്രാവശ്യം ആരെങ്കിലും ചൊല്ലിയാൽ അല്ലാഹു അവൻക്ക് ഉത്തരം നൽകും. എന്താണോ നിന്റെ മുറാദ്, എന്ത് മുറാദാണെങ്കിലും എന്തുദ്ദേശം വെച്ചിട്ട് ചൊല്ലിയാലും അല്ലാഹു ഉത്തരം നൽകും. ഭർത്താവിന്റെ കാര്യം വിചാരിച്ചിട്ട്, ഭർത്താവിന്റെ ജോലിയിലെ പ്രയാസങ്ങള്, ഭർത്താവിന്റെ ദുസ്വഭാവങ്ങൾ മാറാൻ, ഭർത്താവിന്റെ ഇടങ്ങേറുകൾ മാറിക്കിട്ടാൻ, പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, ബിസിനസ്സിലെ ടെൻഷനുകൾ, ബിസിനസ്സിലെ പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാൻ ഭാര്യക്ക് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ചൊല്ലാം. വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ചൊല്ലാം. മകന്റെ പ്രയാസങ്ങൾ, ജോലിയിലെ പ്രയാസങ്ങൾ, കല്യാണ പ്രയാസങ്ങൾ, മറ്റുള്ള ടെൻഷനുകൾ വിചാരിച്ചുകൊണ്ട് ഉമ്മക്ക് ചൊല്ലാം വീടിന്റെ അകത്തലങ്ങളിൽ നിന്നുകൊണ്ട്.
തൻ്റെ സ്വന്തം പ്രയാസങ്ങളാണെങ്കിലും നമുക്ക് ചൊല്ലാം, മകളുടെ പ്രയാസമാണെങ്കിലും നമുക്ക് ചൊല്ലാം. എന്ത് പ്രയാസമാണെങ്കിലും വീട് പണി പൂർത്തിയാവാൻ വേണ്ടി തങ്ങളെ എനിക്ക് ചൊല്ലാൻ കഴിയുമോ? നിങ്ങൾ ചൊല്ലിക്കോ. എല്ലാം കൊണ്ടും റാഹത്തായ ഐശ്വര്യമുള്ള ഒരു ഭവനമുണ്ടാവാൻ തങ്ങളെ എനിക്ക് ചൊല്ലാൻ കഴിയുമോ? എന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും ചൊല്ലാം. റാഹത്തായ ഒരു ഭവനമുണ്ടാവാൻ ഇൻഷാ അല്ലാഹ് വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് പാതിരാത്രിയിൽ എണീച്ചുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചൊല്ലാം. എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ ചൊല്ലി നോക്ക്. അത്ഭുതം എന്താണ്? നിന്റെ മുറാദുകൾ ഹസ്നാകുന്നതായിട്ട്, നിന്റെ ഹാജത്തുകൾ പൂവണിയുന്നതായിട്ട് നമുക്ക് കാണാം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് ആവശ്യമാണെങ്കിലും ഹലാലായി എന്ത് ആവശ്യമാണെങ്കിലും അല്ലാഹു നിറവേറ്റി തരും. ഈ ദിക്ർ 1000 പ്രാവശ്യം ഒരാൾ തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ കാനത്ത് മിനൽ ഹാജത്ത് ദുനിയവിയ്യ വൽ ഉഖറവിയ്യ, കാനത്ത് മിനൽ ഹാജത്ത് ദുനിയവിയ്യ വൽ ഉഖറവിയ്യ, ഉഖറവിയായിട്ടുള്ള ആഗ്രഹങ്ങളാണെങ്കിലും ദുനിയവിയായിട്ടുള്ള ആഗ്രഹമാണെങ്കിലും, ഉഖറവിയായിട്ടുള്ള ആഗ്രഹമാണെങ്കിലും ദുനിയവിയായിട്ടുള്ള ആഗ്രഹമാണെങ്കിലും അല്ലാഹു നിറവേറ്റി തരും. ദുനിയാവിൻ്റെ എന്താഗ്രഹമാണെങ്കിലും, ദുനിയാവിൽ എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ നേടിയെടുക്കണം, ദുനിയാവിൻ്റെ കാര്യം ചോദിച്ചിട്ടാണെങ്കിലും, നാളെ പരലോകത്തിൻ്റെ കാര്യം ചോദിച്ചിട്ടാണെങ്കിലും ഈ ദിക്ർ 1000 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു അത് നിറവേറ്റി തരും. എന്താഗ്രഹമാണ്, അതാ ഞാൻ പറഞ്ഞത്. ദുനിയാവിൻ്റെ ആഗ്രഹമാണെങ്കിലും ആഖിറത്തിൻ്റെ ആഗ്രഹമാണെങ്കിലും അല്ലാഹു നിറവേറ്റി തരും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ദിക്റാണ്. ദുനിയാവ് മാത്രം, ആഖിറം മാത്രമല്ല, അല്ലെങ്കിൽ ദുനിയാവ് മാത്രമല്ല, രണ്ടിടത്തും നമുക്ക് രക്ഷ നേടാൻ, രണ്ടിടത്തും എന്തുദ്ദേശമാണോ, എന്ത് ഹാജത്താണോ നീ പറയുന്നത് അത് നടന്നിരിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ചൊല്ലാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, ജീവിതത്തിൽ പതിവാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ദിക്റാണ് യാ റഹ്മർ റഹീമീൻ എന്ന ദിക്ർ. ചെറിയ ദിക്റാണ്, നമുക്കൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയ ദിക്റാണ്. ഇതിനെ ഇൻഷാ അല്ലാഹ് നമ്മളിത് പറഞ്ഞതുപോലെ, ഇൻഷാ അല്ലാഹ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലിയാൽ 3 പ്രാവശ്യം ചൊല്ലുന്നവർക്ക് അങ്ങനെ ചൊല്ലാം, 7 പ്രാവശ്യം ചൊല്ലുന്നവർക്ക് അങ്ങനെ ചൊല്ലാം, അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് 1000 പ്രാവശ്യം ചൊല്ലുന്നവർക്ക് അങ്ങനെ ചൊല്ലാം. എന്ത് ദുനിയാവിലും ആഖിറത്തിലുമുള്ള എന്ത് ആവശ്യങ്ങളും അല്ലാഹു നടത്തിത്തരും, എന്ത് ഹാജത്തുകളും അല്ലാഹു നടത്തിത്തരും. അല്ലാഹുവേ നീ നടത്തി നൽകണേ അല്ലാഹ്, ഞങ്ങളെ സകലമാന മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. കരുണക്കടലായ തമ്പുരാനെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസ് കാണുന്ന ആളുകൾ ധാരാളം മുറാദുകൾ മനസ്സിൽ വെച്ചിട്ടാണ് സയ്യിദിയ മജ്ലിസ് കാണുന്നത്. മുടങ്ങാതെ കാണുന്ന ആളുകളുണ്ട്. എൻ്റെ തങ്ങളുപ്പാട മജ്ലിസാണെന്ന് പറഞ്ഞ് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട്. ധാരാളം ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എൻ്റെ അടുത്തേക്ക് നേരിട്ട് വരുന്നവർ പറയുന്നതാണ്, തങ്ങളുപ്പാട മജ്ലിസ് ഞങ്ങൾ മുടക്കാറില്ല. അത് കണ്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇടങ്ങേറാണ് തങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങൾ കാണാറുണ്ട്, ഇടുന്നതിനനുസരിച്ച് ഞങ്ങൾ കാണാറുണ്ട് തങ്ങളെ. അത് കണ്ടാൽ വലിയ സമാധാനമാണ്, വലിയ സന്തോഷമാണ്, ജീവിതത്തിൽ വലിയ ഹൈറാണ് തങ്ങളെ എന്ന് പറയുന്ന ധാരാളം എൻ്റെ സഹോദരി സഹോദരന്മാരുണ്ട്. അല്ലാഹ് നീ ഹൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. എല്ലാ നിഅമത്തുകളും ബറക്കത്തുകളും അവർക്ക് നീ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളൊന്നും അല്ലാഹ് നീ അവർക്ക് കരകയറാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്, നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഒരു പ്രയാസങ്ങൾ നൽകിക്കൊണ്ട്, ഒരു ഇടങ്ങേറുകൾ നൽകിക്കൊണ്ട്, ഒരു ബുദ്ധിമുട്ടുകൾ നൽകിക്കൊണ്ട് അല്ലാഹ് നീ അവരെ പരീക്ഷിക്കല്ലേ അല്ലാഹ്, നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്, നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ആണ് വേണ്ടത്. ദുആ
ദുആയാണ് വേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ അമലിനെ എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഇന്നു മുതൽ തങ്ങളെ ഞങ്ങളിത് ചൊല്ലാൻ തയ്യാറാണ്, ഞങ്ങളിത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറാണ്. തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് 1000 പ്രാവശ്യം ഞാനിതാ ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട്, ഞാൻ ഈ തങ്ങൾ ഉസ്താദിന്റെ തങ്ങളുപ്പാടെ ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഞാൻ നിയത്താക്കുന്നു തങ്ങളെ, ഞാൻ 1000 പ്രാവശ്യം തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ഞാൻ ചൊല്ലാം. എൻ്റെ പ്രയാസങ്ങൾക്കൊരു അറുതി കിട്ടാൻ, എൻ്റെ ബുദ്ധിമുട്ടുകൾക്കൊരു പ്രയാസത്തിനൊരു ശമനം ലഭിക്കാൻ ഞാനിത് ചൊല്ലാം, ഞാനിത് ചൊല്ലാം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ വേണ്ടത് പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയാണ്. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. മജ്ലിസ് സ്ഥിരമായി മുടങ്ങാതെ കാണുന്നവരുണ്ട്, സ്ഥിരമായി കമന്റുകൾ അയക്കുന്നവരുണ്ട്, മെസ്സേജുകൾ അയക്കുന്നവരുണ്ട്, ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട്, മജ്ലിസ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട്, ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ആളുകളുണ്ട്, മജ്ലിസിലേക്ക് സഹകരിക്കുന്ന സഹായിക്കുന്നവരുണ്ട്. എല്ലാവർക്കും വേണ്ടത് ദുആ മാത്രമാണ്, പ്രാർത്ഥന മാത്രമാണ്. പ്രാർത്ഥിച്ചാൽ തുറക്കാത്ത വാതിലുകളില്ല, പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല, പ്രാർത്ഥിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളില്ല. എല്ലാത്തിനും വേണ്ടത് പ്രാർത്ഥന മാത്രമാണ്. പടച്ച റബ്ബിലേക്ക് നിങ്ങൾ ചോദിക്കുക. നടക്കാത്ത പ്രയാസങ്ങളോ തീരാത്ത പ്രശ്നങ്ങളോ തുറക്കാത്ത വാതിലുകളോ ഇല്ല. അത് നമുക്ക് വേണ്ടത് പ്രാർത്ഥനയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, നമ്മളെ തേട്ടത്തെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, നമ്മളെ മുറാദുകൾ അല്ലാഹു ഹാസിനാക്കി നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഇതോടെ ചൊല്ലാൻ ഞങ്ങൾ തയ്യാറായി അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഈ ദിക്റിനെ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾക്ക് നീ അറുതി നൽകണേ അല്ലാഹ്, നീ അറുതി നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ വലിയ പ്രയാസങ്ങളിലാണ് അല്ലാഹ്, നീ മാറ്റി നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിനെ സ്നേഹിക്കുന്നവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്, സഹകരിക്കുന്നവരുണ്ട് അല്ലാഹ്. നീ ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് വിജയം നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. അവരെ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ മഹാന്മാരുടെ കാവല് അവരെ എല്ലാ കാര്യങ്ങളിലും നൽകണേ അല്ലാഹ്. അവരെ കച്ചവടത്തിൽ നൽകണേ അല്ലാഹ്, അവരെ ബിസിനസ്സിൽ നൽകണേ അല്ലാഹ്, അവർ സകനാത്ത് ഹറകാത്ത് അഫ്ആലുകളിൽ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ധാരാളം സയ്യിദിയും കുടുംബത്തിന് ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാഹ്. പരിപൂർണ രോഗശമനം നീ നൽകണേ അല്ലാഹ്. ആജിലായ കാമിലായ ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തെയും ഞങ്ങളെ സമ്പത്തിനെയും ഒരുപോലെ കാർന്നു നിന്ന മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ സമ്പാദിച്ചത് മുഴുവനും ഹോസ്പിറ്റലിൽ പോയി കെട്ടിവെക്കുന്ന അസുഖങ്ങൾ നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തെ മൊത്തം തളർത്തിക്കൊണ്ട് ഞങ്ങളെ ഭക്ഷണത്തിന് പൈപ്പിട്ട്, മൂത്രത്തിന് പൈപ്പിട്ട്, കഷ്ടത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കെടുത്തുന്ന അസുഖങ്ങളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്, നീ മാറ്റല്ലേ അല്ലാഹ്. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു മക്കൾ പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലേ അല്ലാഹ്. അത്തരം അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലേ അല്ലാഹ്. മരണം ഹൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടി നീ മരിപ്പിക്കണേ അല്ലാഹ്, നീ മൗത്താക്കണേ അല്ലാഹ്, നീ മൗത്താക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, നീ കാത്തോളണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്, നീ പരീക്ഷണങ്ങൾ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ സകലമാന മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹ്. നീ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. ഖബർ കണ്ണത്താ
ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ. ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട്, ഒരു ദിവസം പോലും മുടങ്ങാതെ മജ്ലിസ് കാണുന്നവരുണ്ട്, അമലുകൾ സ്വീകരിക്കുന്നവരുണ്ട്. അല്ലാ നീ കബൂലാക്കണേ അല്ലാ, നീ അവരെ സ്വീകരിക്കണേ അല്ലാ, അവരെ സകലമാന മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ, നീ ഹാസിലാക്കണേ അല്ലാ, നീ ഹാസിലാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് വിജയം കൊടുക്കണേ അല്ലാ, നീ വിജയം കൊടുക്കണേ അല്ലാ. സാഹിരീങ്ങളെ സിഹ്റിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, മാക്കിരീങ്ങളെ മക്റിനെ തൊട്ട് കാക്കണേ അല്ലാ, ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാ, ളാലിമീങ്ങളെ ളുൽമിനെ തൊട്ട് കാക്കണേ അല്ലാ, ആയിനീങ്ങളെ ആയിനെ തൊട്ട് കാക്കണേ അല്ലാ, ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണേ അല്ലാ, ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണേ അല്ലാ, ചതിയന്മാരെ ചതിയെ തൊട്ട് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. അർഹമുർറാഹിമീനായ തമ്പുരാനെ, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിനായി വരുന്ന ധാരാളം ആളുകളുണ്ട് അല്ലാ, അവരെ മുറാദുകൾ നീ ഹസനാക്കി കൊടുക്കണേ അല്ലാ, അവരെ വിഷമങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാ, ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാ, ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാ. അർഹമുർറാഹിമീനായ അല്ലാ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ, നീ സ്നേഹിക്കണേ അല്ലാ, നീ കാത്തോളണേ അല്ലാ, നീ കാവൽ നൽകണേ അല്ലാ, നീ കാവൽ നൽകണേ അല്ലാ, നീ കാവൽ നൽകണേ അല്ലാ. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ, നീ ഔദാര്യം കൊണ്ട് നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാ, ഹുദവി നൽകണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. اللهم صل سبحان الله. ഇൻഷാ അല്ലാഹ് ഞങ്ങളെപ്പോഴും പറയുന്നത് പോലെ മജ്ലിസ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റർ കാണാം. നമ്മളെ സയ്യിദിയ മജ്ലിസിന്റെ കീഴിൽ ഉംറ സർവീസ് ഇൻഷാ അല്ലാഹ് നടത്തുന്നുണ്ട്. എൻ്റെ നേതൃത്വത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ഇരു ഹറമുകളിലേക്ക് ഇൻഷാ അല്ലാഹ് പോവാൻ ആഗ്രഹമുള്ള ധാരാളം ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. മഖ്ബൂലും മബ്റൂറും മർദിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ ധാരാളം ആളുകൾ മനസ്സിൽ കൊതിക്കുന്നവരുണ്ട്. റഹ്മുർ-റഹീമീനായ അല്ലാഹ് നീ എത്തിക്കണേ, നീ എത്തിക്കണേ. നമ്മളെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ആഗ്രഹമുള്ള ആളുകൾ ആ നമ്പറിൽ വിളിച്ച്, അതിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഇൻഷാ അല്ലാഹ് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരിലേക്കും അത് എത്തിക്കുക. നമ്മളെ കൂട്ടത്തിൽ, നമ്മളെ അയൽവാസികളിൽ, നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്കും നിങ്ങൾ എത്തിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.